തിരുവനന്തപുരത്ത് 18 വയസ്സുകാരൻ അലന്റെ കൊലപാതകത്തിൽ പിടിയിലായ വിദ്യാർത്ഥിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. 17 വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ സഹോദരനോട് ഫുട്ബോൾ മത്സരത്തിനിടെ മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിന് കാരണമായത്. അലനെ കുത്തിയ ആളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ഫുട്ബോൾ മത്സരത്തെ തുടർന്നുണ്ടായ സംഘർഷമാണ് അലന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ പിടിയിലായ 17 വയസ്സുകാരന്റെ സഹോദരനോട് മത്സരത്തിനിടെ രാജാജി നഗറിലുള്ള വിദ്യാർത്ഥി കയർത്തു സംസാരിച്ചു. ഇതാണ് അക്രമ സംഭവങ്ങളുടെ തുടക്കം. ഈ വിദ്യാർത്ഥി സഹോദരനായ 17 വയസ്സുകാരനെ വിവരം അറിയിച്ചു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ വെച്ച് സംഘർഷമുണ്ടായി. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ചെന്നപ്പോഴാണ് അലന് കുത്തേറ്റത്. വിദ്യാർത്ഥികൾ എത്തിയത് കാപ്പ കേസ് പ്രതിക്കൊപ്പമായിരുന്നു. സംഭാഷണത്തിനിടെ തർക്കമുണ്ടായതിനെ തുടർന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് അലനെ കുത്തിവീഴ്ത്തി. തുടർന്ന് ഇവർ സംഭവസ്ഥലത്തു നിന്ന് കടന്നു കളയുകയും ചെയ്തു. അലനെ കുത്തിവീഴ്ത്തിയ ആളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സംഘത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഫുട്ബോൾ മത്സരത്തെ തുടർന്ന് നിരന്തരമുണ്ടായ സംഘർഷം തടയാൻ പോലീസിനായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.